Welcome to Fatnessfirst. Happiness is homemade. ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ ഫുൾ കോഴി നിറച്ചതുമായിട്ടാണ്. ഒരു ഒന്നൊന്നര സംഭവം തന്നെയാണിത്. അപ്പോൾ കൂടുതൽ നീട്ടി വലിച്ചിട്ടൊന്നും പോകുന്നില്ല. അപ്പോൾ ബോറടിപ്പിക്കാതെ തന്നെ കോഴി നിറച്ച വീഡിയോയിലേക്ക് പോകാം. അതിനു മുന്നേ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യൂ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്താൽ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. കോഴി നിറച്ചതിലേക്ക് ഒരു 800 ഗ്രാമിൻ്റെ ഒരു ഫുൾ കോഴി നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആദ്യം തന്നെ മസാലകളൊക്കെ പിടിപ്പിച്ച് വെക്കണം. അതിന് ചിക്കൻ്റെ എല്ലാ വശത്തും ഒരു കത്തി വെച്ചിട്ട് നല്ലോണം ഒന്ന് വരഞ്ഞു കൊടുക്കാം. മസാല പുരട്ടി വെക്കുമ്പോൾ മസാല നല്ലോണം ഒന്ന് പിടിച്ച് കിട്ടും. അപ്പോൾ എല്ലാ ഭാഗത്തും ഒന്ന് കത്തി വെച്ചൊന്ന് വരഞ്ഞു കൊടുക്കാം. അപ്പോൾ എല്ലാ ഭാഗത്തും ചെറുതായി വരഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കനിലേക്ക് ആവശ്യമായിട്ടുള്ള മസാല തയ്യാറാക്കാം. അതിനുവേണ്ടി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ കശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടി, 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1/4 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുറച്ച് ചെറുനാരങ്ങയും പിഴിഞ്ഞ്, ഞാനിവിടെ ഒരു ചെറുനാരങ്ങയാണ് എടുത്തിരിക്കുന്നത്, അതിൻ്റെ നീരെടുത്ത് നല്ലവണ്ണം എല്ലാ മസാലകളും കൂടെ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ മിക്സാണ് നമുക്ക് ചിക്കൻ്റെ പുറം ഭാഗത്ത് നല്ലവണ്ണം ഒന്ന് തേച്ച് പിടിപ്പിക്കേണ്ടത്. ചിക്കനിൽ നല്ലവണ്ണം പുരട്ടിയെടുക്കാം. മസാലയൊക്കെ എല്ലാ ഭാഗത്തും പിടിപ്പിച്ചെടുക്കാം. എല്ലാ മസാലയും എല്ലാ ഭാഗത്തും നല്ലവണ്ണം ഒന്ന് പുരട്ടിയെടുത്തു കഴിഞ്ഞാൽ നമുക്കിത് ഒരു 1-2 മണിക്കൂറോളം മസാല പിടിക്കാനായിട്ട് മാറ്റി വയ്ക്കണം. ഇത് ശരിക്ക് നമുക്ക് എത്രത്തോളം ടൈം എടുത്ത് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. ഒരു കൂടുതൽ ടൈം മസാല പുരട്ടി വെക്കുന്നതാണെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വയ്ക്കാം. എത്രത്തോളം ടൈം എടുക്കുന്നു അത്രത്തോളം നമുക്ക് ഈ മസാല ചിക്കനിൽ പിടിച്ച് കിട്ടും. ഇപ്പോൾ തൽക്കാലം നമുക്ക് 2 മണിക്കൂറോളം മസാല പുരട്ടി വെക്കാം. കോഴി നിറച്ചതിലേക്ക് ഇനി 2 തരം മസാലയാണ് ഇനി തയ്യാറാക്കാൻ പോകുന്നത്. അതിനായിട്ട് ആദ്യം ചിക്കൻ്റെ ഉൾവശത്ത് നിറക്കാൻ ആവശ്യമായിട്ടുള്ള മസാല തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഇതൊക്കെ ഒന്ന് അരച്ചെടുക്കണം. അതിനായിട്ട് കുറച്ച് മല്ലിയില, 2-3 പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ വലിയ ജീരകവും കൂടെ ചേർത്ത് ഒന്ന് ചതച്ചെടുക്കാം. നല്ലവണ്ണം അരഞ്ഞില്ലെങ്കിലും കുറച്ച് പാകത്തിന് ഒന്ന് അരച്ചെടുക്കാം. ഇനി മസാല തയ്യാറാക്കുന്നതിനായിട്ട് ഒരു പാത്രം വെച്ച് അത് ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ശേഷം ഇതിലേക്ക് ഒരു 2 മീഡിയം സൈസ് വലുപ്പമുള്ള ഉള്ളി അത് വാട്ടിയെടുക്കണം. ഉള്ളി ചെറുതായിട്ട് വാടി വരുമ്പോൾ നമുക്ക് നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള മസാല കൂട്ട്, അതായത് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും മല്ലിച്ചപ്പും വലിയ ജീരകമൊക്കെ ചേർത്ത് അരച്ച് വെച്ചിട്ടുള്ള മസാല അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അതുകൂടെ ചേർത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം കൂടെ നല്ലവണ്ണം ഒന്ന് വാട്ടിയെടുക്കാം നമുക്ക്. ഈ ടൈമിൽ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് വീണ്ടും നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഏകദേശം നല്ലവണ്ണം ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി,
ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ഇതും കൂടെ ചേർത്ത് വീണ്ടും നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു 2 മുട്ട പുഴുങ്ങി വെച്ചത് നേരത്തെ പുഴുങ്ങിയതായിരുന്നു, അപ്പോൾ അത് കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു 2-3 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ചിക്കൻ്റെ ഉള്ളിലേക്ക് സ്റ്റഫ് ചെയ്യാനുള്ള മസാല റെഡി ആയിട്ടുണ്ട്. അടുത്തത് നമുക്ക് വേറൊരു മസാല തയ്യാറാക്കണം. ഈ മസാലയിലാണ് ഫുൾ ചിക്കൻ ഇട്ടിട്ട് വേവിച്ചെടുക്കുന്നത്. അതിനായിട്ട് ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു 4 മീഡിയം സൈസ് വലിപ്പമുള്ള ഉള്ളി കനം കുറഞ്ഞ് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് ആദ്യം വാട്ടിയെടുക്കാം. കുറച്ചൊന്ന് വാടി വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് വാട്ടിയെടുക്കാം. ഇനി നമുക്ക് കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, 2 പച്ചമുളക് ഇതൊക്കെ ഒന്ന് ചതച്ചെടുക്കണം. എന്നതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നല്ലവണ്ണം വീണ്ടും വാട്ടിയെടുക്കാം. ഈ ഒരു ഫുൾ കോഴി നിറച്ചത് നിങ്ങൾ ഒരു ടൈമെങ്കിലും ഉണ്ടാക്കി നോക്കണം. കാരണം ഇതൊരു ഒന്നൊന്നര സംഭവം തന്നെയാണ്. മസാലകളൊക്കെ ആ ചിക്കനിൽ അങ്ങനെ പിടിച്ച് പുരണ്ടിരിക്കും. ഈ ചിക്കനിൽ പിടിച്ച മസാലയും ഒരു കിഡിലൻ ടേസ്റ്റാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ടൈമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി അടുത്തത് നമുക്ക് ഒരു മീഡിയം സൈസ് വലിപ്പമുള്ള തക്കാളി കട്ട് ചെയ്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുത്ത് ശേഷം നമുക്കൊരു കുറച്ച് മല്ലിയില അത് അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്ത് നല്ലവണ്ണം ഒന്ന് വീണ്ടും വഴറ്റിയെടുക്കണം. എല്ലാം ഏകദേശം ഒന്ന് വാടി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ കശ്മീരി മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി എല്ലാം കൂടെ മിക്സ് ചെയ്ത് എടുക്കണം. എല്ലാം നല്ലോണം മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം ഒരു 3-4 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഈ ടൈമിൽ നമുക്ക് ചിക്കനിൽ മസാല നിറക്കാനുള്ള പരിപാടിയിലേക്ക് നോക്കാം. ചിക്കനിൽ ഏകദേശം മസാലയൊക്കെ പിടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫസ്റ്റ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള എഗ്ഗിൻ്റെ മസാല അത് ചിക്കൻ്റെ ഉള്ളിലേക്ക് നിറച്ച് കൊടുക്കണം. അതിനായിട്ട് ആദ്യം ഒരു എഗ്ഗ് എടുത്തിട്ട് ഉൾവശത്തായിട്ട് വെച്ച് കൊടുക്കണം. ശേഷം നമുക്ക് മസാലയും നിറച്ച് കൊടുക്കാം. ഉള്ളിൽ എല്ലാ സൈഡിലും എത്തുന്ന തരത്തിൽ മസാല വെച്ച് കൊടുക്കണം. മാക്സിമം നമ്മൾ എല്ലാ സൈഡും കവർ ചെയ്യുന്ന തരത്തിൽ മസാല നിറച്ച് കൊടുക്കാം. ശേഷം ബാക്കിയുള്ള ഒരു എഗ്ഗ് കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. എഗ്ഗ് വെച്ചതിന് ശേഷം ബാക്കിയുള്ള മസാല കൂടെ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഈ ചിക്കൻ ഒന്ന് ലോക്ക് ചെയ്തിടണം. മസാലയൊക്കെ നിറച്ചതിന് ശേഷം നമുക്ക് ഇത് ഉള്ളിലത്തെ മസാല പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ലോക്ക് ചെയ്തിടണം. അതിന് വേണ്ടിയിട്ട് ഒരു സൈഡിൽ ഞാൻ ചെറിയ ഹോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ഹോളിലൂടെ ചിക്കൻ്റെ ഓപ്പോസിറ്റ് കാലെടുത്തിട്ട് ആ ഹോളിലൂടെ ലോക്ക് ചെയ്തിടണം. അതുപോലെ തന്നെ മറ്റേ സൈഡിലും ഇതുപോലെ ഹോൾ ഉണ്ടാക്കിയിട്ട് അടുത്ത ലെഗ് എടുത്തിട്ട് ഈ സൈഡിലേക്ക് നമുക്ക് ലോക്ക് ചെയ്തിടാം. ഇതേപോലെ ചെയ്യാം.
ഉള്ളിലെ മസാല പുറത്തേക്ക് വരാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് ലോക്ക് ചെയ്തിട്ടാൽ മതി. നിങ്ങൾക്ക് വേറെ ഐഡിയ ഉണ്ടെങ്കിൽ അതേപോലെ തന്നെ ചെയ്യാം. അങ്ങനെ പെട്ടെന്നൊന്നും മസാല പുറത്തേക്കൊന്നും വരില്ല, അത് പേടിക്കണ്ട. ജസ്റ്റ് ഒന്ന് ലോക്ക് ചെയ്ത് ഇട്ടാൽ മാത്രം മതി. ഓരോരുത്തരുടെ ഐഡിയയിൽ അത് ചെയ്തിട്ടാൽ മതി. അപ്പോൾ ഇവിടെ ചിക്കൻ ലോക്ക് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് മസാലയിലേക്ക് ഈ ചിക്കൻ വെച്ച് കൊടുക്കാം. കുറച്ച് മസാല എല്ലാ സൈഡിലും പുരട്ടിയെടുക്കണം. എന്നതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് അടച്ച് വെച്ച് കുക്ക് ചെയ്യണം. ഓരോരോ 10 മിനിറ്റ്സ് കൂടുമ്പോൾ നമുക്ക് ഈ ചിക്കനെ മറിച്ചിട്ട് കൊടുക്കണം. എല്ലാ സൈഡും ചിക്കൻ്റെ വേവിച്ചെടുക്കണം. വേവിക്കുമ്പോൾ ഒട്ടും തന്നെ വെള്ളം ചേർക്കാൻ പാടില്ല. വേവിക്കാൻ ആവശ്യമായ വെള്ളം ചിക്കനിൽ തന്നെ നമുക്ക് പുറത്തേക്ക് വരും. അപ്പോൾ നമുക്കൊരു ലോ ഫ്ലെയിമിലിട്ടിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അടച്ച് വെച്ച് വേവിക്കുന്നതിനെക്കാട്ടും മുന്നേ നമുക്ക് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മല്ലിയില അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുക്കാം. കൂടെ ഒരു ചെറിയ പീസ് ചെറുനാരങ്ങ അതുകൂടെ പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ശേഷം നമുക്ക് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഓരോരു 10 മിനിറ്റ് കൂടുമ്പോൾ നമുക്ക് ചിക്കനെ ഓരോരു വശവും മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കനെ നെക്സ്റ്റ് സൈഡിലേക്കൊന്ന് മറിച്ചിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ കണ്ടോ, ചിക്കനിൽ നിന്ന് തന്നെ വേവിക്കാൻ ടൈമിൽ വെള്ളം ഇറങ്ങി വന്നതാണിത്. അപ്പോൾ വീണ്ടും നമുക്ക് ഇങ്ങനെ ഓരോരു സൈഡും വേവിച്ചെടുക്കണം. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ലോ ഫ്ലെയിമിലിട്ട് മാത്രം വേവിച്ചെടുക്കുക. പിന്നെ ഓരോരു 10 മിനിറ്റ്സ് കൂടുമ്പോൾ ഓരോരു സൈഡിലേക്കും ചിക്കനെ മറിച്ചിട്ട് കൊടുക്കണം. അത്ര മാത്രമേ ശ്രദ്ധിക്കേണ്ട ആവശ്യമുള്ളൂ. ഇപ്പോൾ ഏകദേശം ഒരു 1 അവർ ആയിട്ടുണ്ട്. ചിക്കനൊക്കെ കറക്റ്റ് വേവായിട്ടുണ്ട്. എല്ലാ മസാലയും ചിക്കനിൽ അങ്ങനെ പിടിച്ച് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേവ് കറക്റ്റാണോ എന്ന് നോക്കാൻ ഒരു കത്തി വെച്ച് ചിക്കനിലൊന്ന് ജസ്റ്റ് ഒന്ന് കുത്തി നോക്കിയാൽ മതി. അങ്ങനെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇപ്പോൾ ഇത് കറക്റ്റാണ്. അപ്പോൾ നമ്മുടെ കോഴി നിറച്ചത് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ സൂപ്പർ കോഴി നിറച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. തീർച്ചയായും ഇഷ്ടപ്പെടും എന്നതിലൊരു സംശയവുമില്ല. ഞാനിവിടെ നമ്മുടെ ലോക്ക് ചെയ്ത ഭാഗം കൂടി ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും നല്ല സൂപ്പർ എഗ്ഗൊക്കെ മസാലയിലൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ സൂപ്പറാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായെങ്കിൽ കൂട്ടുകാർക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അടുത്ത വീഡിയോസുമായി കാണുന്നത് വരെ ബൈ ബൈ.